കുട്ടികളെ വെച്ച് കളിക്കരുത്, കുട്ടികളെ നിസ്സാരരായി കാണരുത്. ഇതൊരു തലമുറയാണ്, ഇവനിലൂടെ ഒരു പരമ്പര ഉണ്ടാകും, അത് മനസ്സിലാക്കണം. അപ്പൊ പേര് നല്ല പേര് വേണം എപ്പോഴും ഇടാൻ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനെ പേര് വെച്ചത് എന്താണ്? അബ്ദുൽ മുത്തലിബ് പേര് വെച്ചില്ലേ? മുഹമ്മദ് എന്ന നാമകരണം ചെയ്തില്ലേ? ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കപ്പെടുകയാണ്, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മകന് പേര് വെച്ചത്? നിങ്ങളുടെ മകന്റെ മകനാകുന്ന പേരക്കുട്ടിക്ക് നിങ്ങൾ എന്താണ് പേര് വെച്ചത്? ഖാല സമ്മൈതുഹു മുഹമ്മദാ, ഞാൻ പേര് വെച്ചത് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവരുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അത്തരത്തിലുള്ള പേരിടാൻ വേണ്ടി കൽപ്പിക്കുകയാ, അവരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ തോന്നിപ്പിക്കുകയാണ്. മുഹമ്മദ് എന്ന പേര് വെക്കപ്പെടുകയാണ്. എക്കാലഘട്ടത്തിലും സ്തുതിക്കപ്പെടുന്നവനെന്നല്ലേ ആ നാമത്തിന്റെ അർത്ഥമെന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥം. സുബ്ഹാനല്ലാഹ്, നോക്ക് എത്ര മനോഹരമായ അർത്ഥം. എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന് 5 നേരം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കുലുകൾ മുഴക്കുന്നതിനോടൊപ്പം ചേർത്തി പറയുകയല്ലേ, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ ദൂതനാണ്. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു സാദാസീത വ്യക്തിയല്ല. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് എന്നുള്ളത് ഞാനിതാ സാക്ഷ്യം വഹിക്കുകയാണ്, സാക്ഷ്യം വഹിക്കുകയാണ്. ലോകം മുഴുവനും പരിശുദ്ധ പ്രവാചകരെ പുകഴ്ത്തുകയല്ലേ. വറഫഅനാ ലക ദിക്റക, നബിയെ തങ്ങളെ കുറിച്ചുള്ള പറച്ചിൽ നാം ഉയർത്തിയില്ലേ. ലോകത്ത് എവിടെ അല്ലാഹുവിനെ സ്മരിച്ചാലും അവിടെയെല്ലാം ഹബീബായ നബി തങ്ങളെ സ്മരിക്കപ്പെടുകയാണ്. ബാങ്കിലൂടെ സ്മരിക്കപ്പെടുകയാണ്, ഇഖാമത്തിലൂടെ സ്മരിക്കപ്പെടുകയാണ്, സ്വലാത്തിലൂടെ സ്മരിക്കപ്പെടുകയാണ്, മയ്യത്ത് നമസ്കാരങ്ങളിലൂടെ സ്മരിക്കപ്പെടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്മരിക്കാത്തതായ ഒരു നമസ്കാരവുമില്ല. അത്രയേറെ പ്രധാനപ്പെട്ട വ്യക്തിയായി മുഹമ്മദ് നബി മാറിയാണ്. അബ്ദുൽ മുത്തലിബിനോട് ചോദിക്കുകയാണ്, ഖാലൂ ഖദ് റഗിബ്ത അൻ അസ്മാഇ ആബാഇക, എന്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബേ നിങ്ങളുടെ മുൻഗാമികൾ ഇന്ന് വരെ എടുക്കാത്തതാകുന്ന ഒരു പേരാണല്ലോ നിങ്ങളുടെ പേരക്കുട്ടിക്ക് നിങ്ങൾ ഇട്ടത്, എന്തുകൊണ്ടാണ് മുഹമ്മദ് എന്ന് നാമകരണം ചെയ്തത്? ഉടനെ അബ്ദുൽ മുത്തലിബ് വിളിച്ചു പറഞ്ഞു അത്രേ, ഫഖാലൂ ഖദ് റഗിബ്ത അൻ അസ്മാഇ ആബാഇക ഖാല അറദ്തു അൻ യഹ്മദഹു മൻ അലൽ ഖബറാ. ലോകത്തുള്ളതാകുന്ന സർവ സൃഷ്ടികളും സർവ മനുഷ്യരും സർവ ജിന്നുകളും സർവ ജീവജാലങ്ങളും അല്ലാഹു ഒഴികെയുള്ള എല്ലാ വസ്തുക്കളും പ്രവാചകനെ പ്രശംസിക്കുവാനും മദ്ഹ് ചെയ്യുന്നതിനെയും ഞാൻ ഉദ്ദേശിക്കുകയാണ്, കരുതുകയാണ്. ആദരവായ പ്രവാചകരെ പുകഴ്ത്താത്ത വ്യക്തികളാരാണ്? ആ പ്രവാചകരെ മദ്ഹ് ചെയ്യാത്ത വ്യക്തി ആരാ? പേര് പോലെ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റേതായ ജീവിതവും വന്നില്ലയോ? മുഹമ്മദ് എന്ന പേരിന്റെ അർത്ഥം തന്നെ സ്തുതിക്കപ്പെടുന്നവൻ, വാഴ്ത്തപ്പെടുന്നവൻ എന്നാണ്. ആ നിലക്ക് തന്നെ പ്രവാചകരെ വാഴ്ത്തിയില്ലേ, പുകഴ്ത്തിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹു തന്നെ ഖുർആനിലൂടെ പുകഴ്ത്തിയില്ലേ? ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം.
നബിയേ നബിയേ തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്മേലിലാണ്, ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്മേലിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ വിശേഷണത്തെ പറ്റി ഖുർആൻ പാടിപ്പുകഴ്ത്തുകയാണ്. ഖുർആൻ വ്യക്തമാക്കി പഠിപ്പിക്കുകയാണ്. വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളൂ മിൻ ഹൗലിക. തങ്ങളെങ്ങാനും പരിപരുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ഒരാൾ പോലും, ഒരു മനുഷ്യൻ പോലും തങ്ങളുടെ അടുക്കലേക്ക് വരുമായിരുന്നില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. തങ്ങളെ ലോകത്തിന്റെ നെറുകയിലേക്ക് അയച്ചത് തന്നെ കാരുണ്യമാണ്, കാരുണ്യമാണ്. തങ്ങളുടെ മുഖമുദ്ര കാരുണ്യമാണ്, കാരുണ്യമാണ്. അപ്പൊ പരിശുദ്ധ പ്രവാചകരെ അങ്ങനെ പുകഴ്ത്താണ്. ഖുർആനും ഹദീസുകളും ഇമാമിയങ്ങളും സ്വഹാബത്തും ഒക്കെ പേര് പോലെ തന്നെ വന്നു. മനസ്സിലാക്കുക. وأجمل منك لم تر قط عيني وأحسن منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. നബിയേ നബിയേ തങ്ങളെക്കാൾ സുന്ദരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയതായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ മുഖം കണ്ടിട്ട് ഉറക്കെ പാടുകയാണ്, പാടുകയാ. വ അജ്മലു മിൻക ലം തറ ഖത്തു ഐനി. നബിയേ നബിയേ ലോകത്തുള്ള എല്ലാ യുവാക്കൾക്കും എല്ലാ യുവതികൾക്കും മാതൃക അവിടുന്നല്ലേ. അവിടുത്തെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവം കണ്ടാൽ, അവിടുത്തെ അംഗലാവണ്യം കണ്ടാൽ പിന്നെ ലോകത്തൊരു സിനിമാ നടനിലേക്കും ഒരാളുടെ കണ്ണും പോകുകയില്ല. ഒരു സിനിമാ നടിയിലേക്കും ഒരു സഹോദരിയുടെ ഹൃദയവും പോകുകയില്ല. അത്രയേറെ ആകാര സൗഷ്ഠവമുള്ള, അത്രയേറെ സുന്ദരനായ നബിയേ നബിയേ വഅജ്മലു മിൻക ലം തറ ഖത്തു ഐനി. തങ്ങളെക്കാൾ സുന്ദരമായ ഒരു രൂപത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല റസൂലേ. വഅഹ്സനു മിൻക ലം തലിദിൻ നിസാഉ. തങ്ങളെക്കാൾ സുന്ദരനായ ഒരു കുഞ്ഞിനെ ലോകത്ത് ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല റസൂലേ. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖുലിഖത കമാ തശാഉ. തങ്ങൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലും ഭാവത്തിലും രൂപത്തിലുമായിട്ടാണ് അല്ലാഹു തങ്ങളെ പടച്ചത്. എല്ലാ ന്യൂനതകളും ഇല്ലാത്ത വ്യക്തിയല്ലേ. അന്യൂനമായിട്ട് പടക്കപ്പെട്ടതായ ഇൻസാനും കാമിൽ, പരിപൂർണനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് നബിയെ തങ്ങളാണ്, തങ്ങളാണ്. ഈ രീതിയിൽ പ്രവാചകനെ പാടി പുകഴ്ത്തിയതായ സ്വഹാബത്തില്ലേ, സ്വഹാബത്തില്ലേ. അവ പേര് കൊണ്ട് കിട്ടുന്ന ചില നേട്ടങ്ങളാണ്. പേര് പോലെ തന്നെ ആവും ചിലപ്പോൾ ജീവിതം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോഴാകുമെന്നല്ല, അങ്ങനെ ആവണം. അതിനുവേണ്ടിയാണ് നമ്മൾ മത്സരിക്കേണ്ടത്. അപ്പൊ നല്ല പേരിടണം. നബിയുടെ പേര് മുഹമ്മദ്, സ്തുതിക്കപ്പെട്ടവൻ, സ്തുതിക്കപ്പെടേണ്ടവൻ, സ്തുതിക്കപ്പെട്ടവൻ എന്ന അർത്ഥം. അപ്പൊ അതേ രീതിയിൽ തന്നെ നബി ആയി മാറി അല്ലെ. എപ്പോഴും നബിയെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ, പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ, എപ്പോഴും നമ്മൾ സലാത്തിലേക്കൊണ്ടിരിക്കാൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദ്രസ വിട്ടാൽ സലാത്ത്, ഒരു സദസ്സ് പിരിഞ്ഞാൽ സലാത്ത്, മയ്യത്ത് നിസ്കരിച്ചാൽ സലാത്ത്, എല്ലാ 5 വഖത്ത് നിസ്കാരത്തിലും സലാത്ത്. നബിയെ ഓർക്കാതെ ഒരു പണിയില്ല. ദുആ ചെയ്യുമ്പോൾ ആ ദുആ സ്വീകരിക്കണമെങ്കിൽ ഹംദും സലാത്ത് കൊണ്ട് തുടങ്ങണം. ദുആ കബൂലാക്കണമെങ്കിൽ അവസാനവും എന്ത് വേണം? സലാത്ത് കൊണ്ട് അവസാനിപ്പിക്കണം. അങ്ങനെയൊക്കെ പേരിന് വലിയ സ്ഥാനമുണ്ട്. അതിനാണ് ഞാനിപ്പോ ഇത്രയും പറഞ്ഞത്. നല്ല പേര് ഇടണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ആർക്ക് മക്കൾക്ക്. അത് അത്ത അമ്മയുടെ കടമയാണ്. എന്തെങ്കിലും പേരിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. ആമീൻ ഒരു കുറവുണ്ട്, ഉറക്കെ പറയണം ആമീൻ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. جاء رجل إلى أمير المؤمنين عمر بن الخطاب رضي الله عنه. അമീറുൽ മുഅ്മിനീനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറഞ്ഞു അത്രേ, ഇന്ന ഇബ്നി ഹാദാ യഉഖുനി യാ അമീറുൽ മുഅ്മിനീൻ. അല്ലയോ അമീറുൽ മുഅ്മിനീനേ, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഒരു അത്ത തന്റെ മകനെയും വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിക. മസ്ജിദുൻ നബവിയിലേക്ക്, മദീനത്തെ പള്ളിയിൽ വന്നിട്ട് മുത്തുനബി അടുക്കൽ വന്നിട്ട് പറഞ്ഞേ, ഭയങ്കര ഗുരുത്തം കെട്ടവനാണ്, പറഞ്ഞാ കേൾക്കുന്നില്ല, പറയലില്ലേ? അപ്പൊ കൈക്ക് പിടിച്ചിട്ട് മദ്രസയിലെത്തി ഉസ്താദിനോട് പറയുന്നില്ലേ, ഹയവാനാണ് എന്ന് പറയുന്നില്ല. അപ്പൊ അതേപോലെ ഒരു വ്യക്തി പറഞ്ഞു, പരസ്യമായി അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കൾ ഒരിക്കലും എന്ന് പറയാൻ പാടില്ല. സാധേ കരിക്കത്തുമില്ലല്ലേ, ഇതുപോലെ കുരുത്തം കെട്ടവൻ ലോകത്തിൽ. ചില അമ്മമാര് ഫോൺ വിളിച്ചിട്ട് പറയും, അതുപോലെ ചില അത്താമാര് പരസ്യമായിട്ട് പറയും. മറ്റുള്ളവരുടെ കുട്ടികളുടെ മുന്നിൽ വെച്ചും ഉസ്താദുമാരുടെ മുന്നിൽ വെച്ചും ജനങ്ങളുടെ മുന്നിൽ വെച്ചും ഒക്കെ സ്വന്തം കുട്ടികളെ താറടിച്ചുകൊണ്ട് സംസാരിക്കും. അത് കുട്ടികളുടെ ഹൃദയത്തിൽ നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ടാക്കും. മനസ്സിലായിക്കോ? അത് പറയുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ എന്ത് രൂപപ്പെട്ടു? ഞാൻ കൊള്ളാത്തവനാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ സ്ഥിരപ്പെടുക. പിന്നെ അവനിനി എന്ത് പറഞ്ഞിട്ടും എന്ത് തലേ ഫാത്തിഹ ഓതി ഊതിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഹലാക്കായിട്ടുണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ട് ആ പറച്ചിൽ പരസ്യമായിട്ട് പറയാൻ പാടില്ല. നമ്മൾ കുട്ടികളെ കൊണ്ടുവന്നു ഉസ്താദിനടുത്ത് കയറുന്നതിന് മുമ്പ് ഒരു വക്കത്തിന് വരുമ്പോ തന്നെ ആദ്യം ഒന്ന് പറഞ്ഞു വെക്കണം, ഉസ്താദ് ഞാൻ മകനുമായിട്ട് വരും, അവന് പഠിക്കുന്നതിലൊക്കെ ഇച്ചിരി പുറകോട്ട്, ഉസ്താദ് ഒന്ന് അവനെ ഒന്ന് ഉപദേശിച്ചൊന്ന് റെഡിയാക്കി തരണം, ഒന്ന് ഫാത്തിഹ ഒക്കെ അവന്റെ തലയ്ക്ക് പിടിച്ചൊന്ന് ഓതിക്കൊടുത്ത ഒരു റാഹത്തായി എന്ന് ആദ്യം ഒന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം അത്ത എന്ത് ചെയ്യണം? അടുത്ത വക്കത്തിന് വരുമ്പോ അവനെ വിളിച്ചോണ്ട് വന്നിട്ട് കൊണ്ടു നിർത്താം. സായത് നമ്മുടെ മാനാട്ടോ, നല്ല അടിപൊളി മാനാണ്, മാഷാ അല്ലാഹ്, സാന്ന് ദ്വാരക്കണം. അപ്പൊ അവൻ തന്നെ അടിപൊളി, അവനെ തന്നെ വട്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പൊട്ടനാണെന്നാണ് ഇതുവരെ അപ്പാടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ ഇപ്പൊ ഉസ്താദിനെ മുന്നിൽ വെച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? നല്ല സുഹൃത്ത്. അപ്പൊ പോസിറ്റീവ് സ്ട്രോക്ക് കൊടുത്തു. അപ്പൊ കുട്ടിയുടെ മനസ്സിൽ തന്നെ പകുതി അവനപ്പം തന്നെ മെച്ചപ്പെടണമെന്ന് തോന്നുക. ഉസ്താദിന്റെ മുന്നേ അവൻ നല്ല അടിപൊളിയായിട്ട് പോയിരിക്കും. അപ്പൊ ഉസ്താദ് പറയണം, മോനെ മുടിയൊക്കെ ഒന്ന് വെട്ടണം കേട്ടോ, മുടിയൊക്കെ ഇങ്ങനെ വളർത്തല്ലേ, അത് സിനിമാ നടന്മാരൊക്കെ ഒരു മോഡലാണ്, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല റാഹത്താക്കണേ കേട്ടോ മോനെ എന്നൊക്കെ ഉസ്താദ് ഉപദേശിച്ച് അവൻ അപ്പൊ തന്നെ കടയിൽ പോയിട്ട് നല്ല റാഹത്ത്. ഇത് നമ്മളാണെങ്കിൽ നേരെ തിരിച്ചാൻ പിന്നെ മുടിയുണ്ടോ സാർ, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, കാട്ടുമാക്കാനെ പോലെ നടക്കുകയാണ്. പറഞ്ഞാൽ അനുസരിക്കത്തില്ല. പരസ്യമായിട്ട് ഇതോട് പറയുമ്പോഴാണ് ഇവൻ മനസ്സിൽ അപ്പോഴേ തന്നെ ഉറപ്പിക്കും, കാണിച്ചു തരാൻ. ഇതാണോ അല്ലയോ നടക്കുന്നത്? ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. നമ്മുടെ കുട്ടികളെ പിഴച്ചു പോകാൻ കാരണക്കാരാരാ? വഴിപിഴക്കുന്ന യുവാക്കളെ ആദ്യം ചർച്ച ചെയ്യുമ്പോൾ വഴി തെറ്റിക്കുന്ന രക്ഷിതാക്കൾ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളാണ് ചില കാര്യങ്ങളൊക്കെ മക്കളെ ആ രീതിക്ക് തിരിച്ചുവിട്ടത്. മക്കളെ കുറിച്ച് എപ്പോഴും നിങ്ങൾ പഠിച്ചു നോക്കിയ കുട്ടികളുടെ ശൈലി, പ്രവാചകന് കുട്ടികളോട് സമീപിച്ച രീതി നമ്മൾ അറിയണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ എല്ലാ വിഷയത്തിലും മാതൃകയാണ്. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലോകത്ത് ഏതെല്ലാം വിഷയങ്ങളെടുത്ത് ചർച്ച ചെയ്താലും, ദാമ്പത്യ ജീവിതം ചർച്ച ചെയ്താലും, കുടുംബജീവിതം ചർച്ച ചെയ്താലും, സന്താന പരിപാലനം ചർച്ച ചെയ്താലും, അവിടെയെല്ലാം നിങ്ങൾക്ക് ഉത്തമമായ മാതൃക ഹബീബായ നബി തങ്ങളിലുണ്ട്, അല്ലാഹുവിന്റെ റസൂലിലുണ്ട്.
ഉസ്വത്തുൻ ഹസനത്തുൻ, ഏറ്റവും ടോപ്പ് റോൾ മോഡൽ അവിടെ കാരുണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നമ്മളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. മൈക്കൽ എച്ച് ഹാർട്ട് 100 പേരെ ലോകത്ത് സ്വാധീനമുള്ള മനുഷ്യരെ എഴുതിയപ്പോൾ ദ 100 എന്ന പുസ്തകത്തിൽ ആദ്യമായി എഴുതി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ 1-ാം സ്ഥാനം മുഹമ്മദിന് കൊടുക്കുകയും 3-ാം സ്ഥാനം ജീസസിന് യേശുക്രിസ്തുവിനും കൊടുത്തു. എന്താ അങ്ങനെ കൊടുത്തത്? ജീസസിന് ഒരുപാട് ആളുകൾ ആരാധിക്കുന്നുണ്ടല്ലോ, അദ്ദേഹം ഒരു ആരാധ്യ പുരുഷൻ കൂടിയല്ലേ, ദൈവമല്ലേ, അദ്ദേഹത്തിനല്ലേ 1-ാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ മൈക്കൽ എച്ച് ഹാർട്ട് കൊടുത്ത മറുപടി, യേശുക്രിസ്തു എന്ന് നിങ്ങൾ പറയുന്നതാകുന്ന ജീസസ് വിവാഹം കഴിച്ചിട്ടില്ല, കുടുംബജീവിതം നയിച്ചിട്ടില്ല, സന്താന പരിപാലനം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സന്താന പരിപാലനവും വിവാഹ ജീവിതവും ഒക്കെ നടത്തി മനോഹരമായ സംശുദ്ധമായ ജീവിതം ലോകത്തിന് അതുകൂടി കാഴ്ചവെച്ചതാകുന്ന പ്രോഫറ്റ് മുഹമ്മദിനെയാണ് ഞാൻ 1-ാം സ്ഥാനം കൊടുത്തത് എന്ന് മൈക്കൽ എച്ച് ഹാർട്ട് ലോകത്തോട് വിളിച്ചു പറയാം. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലും പ്രവാചകരെ മാറ്റി നിർത്താൻ പറ്റൂല എന്നർത്ഥം. കേവലം ഒരു സന്യസിച്ച് ഒരു മൂലയിൽ പോയിരുന്നതാകുന്ന ആളല്ല ആര്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും നിങ്ങൾ ചിന്തിക്കണേ, എന്താ പറഞ്ഞത്? ഒരു സന്യാസിയെ പോലെ ഏതെങ്കിലും ഒരു മഠത്തിൽ പോയിരുന്നിട്ട് ദിക്റും ചൊല്ലി ഒരു പച്ച പുതപ്പും പുതച്ച് കൈവരയിൽ 50 മോതിരം ഇട്ട് കള്ള ശൈഖാണെന്നും പറഞ്ഞിരിക്കുന്നതാകുന്ന ചില കള്ളത്തിരീക്കത്തിന്റെ മശായിഖന്മാരുണ്ട്. അങ്ങനെയുള്ളതാകുന്ന ഏതെങ്കിലും ഒരു ശൈലി അവലംബിച്ച് ഒരു പള്ളി കയറി കൂടിയിരുന്ന് ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയ വ്യക്തി ആയിരുന്നില്ല ഹബീബ് മുഹമ്മദ് മുസ്തഫ. മറിച്ച് സമൂഹത്തോടൊപ്പം ഇറങ്ങി നിന്ന് നല്ല ഇണകളെ വിവാഹം കഴിച്ച് അതിലൂടെ സാലിഹീങ്ങളായ മക്കളെ ലോകത്തിന് സമ്മാനിച്ച് ആ ഭാര്യ ഭർത്ത ബന്ധങ്ങളും ശാക്തീകരിച്ച് കുടുംബ ബന്ധങ്ങളും ശാക്തീകരിച്ച് മക്കളോടുള്ള പരിപാലനങ്ങളും അവരുമായി എങ്ങനെ ബന്ധം പുലർത്തണമെന്നുള്ളതും സമൂഹത്തോട് എങ്ങനെ കടമകളും കടപ്പാടുകളും പാലിക്കണമെന്നുള്ളതും അയൽപക്ക ബന്ധങ്ങളും തുടങ്ങിയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തി 5 വഖത്ത് നമസ്കാരം പള്ളിയിൽ തന്നെ ജമാഅത്തായി പോയി നിസ്കരിച്ച് ജനങ്ങൾക്കിടയിൽ സേവനം ചെയ്ത് ജനങ്ങൾക്കിടയിൽ തന്നെ ജീവിച്ച് മരണപ്പെട്ട വ്യക്തിയാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അത് വലിയ പ്രയാസമുള്ള പണിയാണ്. ഒരാള് നല്ല സാലിഹായ മനുഷ്യനാണ്, നമ്മൾ പറയാൻ അയാൾ എന്താ പരിപാടി? വീട്ടിൽ തന്നെ ഇരുന്ന് ഖുർആൻ ഓതാൻ, വീട്ടിൽ തന്നെ ഇരുന്ന് നിസ്കരിക്കുക, പുറത്തോട്ട് പോകൂല, ഒന്നിലും ഇടപെടൂല, വിവാഹം കഴിച്ചിട്ടില്ല, മക്കളില്ല. അയാളെ സംബന്ധിച്ച് വേറെ ടെൻഷനൊന്നുമില്ല. ഇതെല്ലാം ഉണ്ടായിരിക്കെ ഒന്നാമനാവുക, എല്ലാ വിഷയത്തിലും ഒന്നാമനാവുക വളരെ പ്രയാസകരമാണ്. അങ്ങനെ മുന്നേ വരണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. മനസ്സിലാക്കണം, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ തിരിച്ചു വരുന്നു ചരിത്രത്തിലേക്ക്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കേൾക്കുന്നുണ്ടോ എല്ലാവരും? പുറയിൽ കേൾക്കുന്നുണ്ടോ? അനക്കം ഇല്ലല്ലോ. പുറയിലുള്ളവർ കേൾക്കുന്നുണ്ടോ? കൈ ഉയർത്തിക്ക് നോക്കട്ടെ. ഉണ്ടോ? ഇല്ലെന്നാണ് റഹീം സാഹിബ് എന്നാ പറയുന്നത്? ഇല്ലെന്നാണോ? ഉണ്ട്. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഹളറത്തിലേക്ക് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകനെയും കൂട്ടി ചെന്നിട്ട് പറഞ്ഞു, ഇന്ന ഇബ്നി ഹാദാ യഅഖുനി, എന്റെ ഈ മകൻ എന്നെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉടനെ അവനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി പൊന്നുമോനെ, എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? മാതാപിതാക്കളോട് പെരുമാറേണ്ട നല്ല കടമകളെ കുറിച്ച് മക്കളാകുന്ന വ്യക്തികൾക്ക് നൽകേണ്ട ഉപദേശങ്ങൾ ആ കുട്ടിക്ക് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. എങ്ങനെയാണ് അത്തയോട് പെരുമാറേണ്ടത്, എങ്ങനെയാണ് അമ്മയോട് പെരുമാറേണ്ടത്, മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും. കാരണം ഈ കുട്ടി വിവരമില്ലാത്ത കുട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടങ്ങേറാൻ, എപ്പോഴും വീട്ടിൽ പ്രശ്നമാണ്, അടിപിടിയാണ്, കുരുത്തക്കേടാണ്. പറഞ്ഞതാരോടാണ്? സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടം റളിയല്ലാഹു അൻഹു ഉപദേശമെല്ലാം കേട്ടതിന് ശേഷം കുട്ടി ചോദിക്കുകയാണ്, قال الغلام لأمير المؤمنين ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ വാലിദി അലൽ ഇബ്നി ഹഖ്ഖുൻ, മാതാപിതാക്കൾക്ക് കുട്ടികളുടെ മേൽ വല്ല ബാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ, അറിയിച്ചു നൽകണേ.
ഉടനെ ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉണ്ട്, കുട്ടികളോട് മാതാപിതാക്കൾക്ക് കടമകളുണ്ട്. അപ്പാക്കും ഉമ്മാക്കും കടമകളുണ്ട്, ധാരാളമുണ്ട്. 3 എണ്ണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അയ്യുഹസ്സിന ഇസ്മഹു, അവന്റെ പേര് നന്നാക്കണേ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അയ്യുഹസ്സിന ഇസ്മഹു, നല്ല പേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ്, നല്ല പേരിട്ട് കൊടുക്കൽ നിർബന്ധമാണ്. മാത്രമല്ല വിവാഹം കഴിക്കുന്ന പെണ്ണ് സാലിഹത്താകണേ, അവന്റെ ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. രണ്ടാമതായി ഉമ്മയെ തിരഞ്ഞെടുക്കുമ്പോൾ അഥവാ ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്ന പെണ്ണ് സാലിഹത്തായിരിക്കൽ നിർബന്ധമാണ്. മുസ്ലിമത്തായ സാലിഹത്തായ പെണ്ണിനെ തിരഞ്ഞെടുക്കണമെന്ന് സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. തീർന്നില്ല. ബഹുമാനപ്പെട്ടവർ മൂന്നാമതായി പറയുകയാണ്, വഅയ്യുഅല്ലിമുൽ കിതാബ്, പരിശുദ്ധമായ ഖുർആൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ പാരായണം പഠിപ്പിച്ചു കൊടുക്കണേ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ 3 കാര്യങ്ങളും കേട്ടപ്പോൾ കുട്ടി ഉടനെ പറയുകയാണ്, എന്നാൽ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് എന്റെ പ്രിയപ്പെട്ടതാകുന്ന അത്തയുടെ വിഷയത്തിൽ, വാപ്പാന്റെ വിഷയത്തിൽ ഒരു പരാതി പറയാനുണ്ട്. എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്, എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ളത്. എന്റെ വാപ്പ മാ ഹസന ഇസ്മി, എന്റെ വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല. എനിക്ക് എന്റെ വാപ്പയിട്ട പേരോ സമ്മാനി ജുഅല, എന്റെ വാപ്പ എനിക്കിട്ട പേര് ജുഅല എന്നാണ്. ജുഅല എന്ന് പറഞ്ഞാൽ അർത്ഥം കരിവണ്ട് എന്നാണ് അർത്ഥം. നല്ല പേര്. നിങ്ങൾ ആ പേര് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാൻ തോന്നിയില്ലേ? അടുത്തൊരു മോനുണ്ടാവുകയാണ് ഇതിടാം എന്ന് കരുതി. ജുഅല കേൾക്കുമ്പോ നല്ല രസമുണ്ട്. ഇതുവരെ ആർക്കും ഇല്ലാത്ത പേര്, പക്ഷെ അർത്ഥം എന്താ? കരിവണ്ട്. തീർന്നു, അതോടുകൂടി ഹലാൽ. അല്ലാഹു ആക്കട്ടെ. കരിവണ്ട് മോനേന്നാ വിളിച്ചോണ്ടിരുന്നു ഇത്രയും നാള്. ആരെ? ഇവനെ വിളിച്ചോണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ വാപ്പ അത്താക്ക് എന്നോടുള്ള കടമ നിർവഹിച്ചോ? ഇല്ല. കാര്യം പേരിട്ടിട്ടുണ്ട്, പക്ഷെ എന്ത് പേരായിട്ടിരിക്കുന്നത്? കരിവണ്ടെന്നർത്ഥം വരുന്ന ജുഅല എന്നുള്ള പേരാണ് എന്റെ വാപ്പ ഇട്ടിരിക്കുന്നത്. ഇതെന്നാ ഈ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ. അപ്പൊ അന്നേ ഉണ്ട് വാപ്പമാരും ഉമ്മമാരും പേര് നോക്കുന്നില്ല, എന്തെങ്കിലും പേരങ്ങിടും, അർത്ഥം നോക്കാതെ. ഏറ്റവും വലിയ സാമ്രാട്ടുകൾ, സാഹിത്യ സാമ്രാട്ടുകളുള്ള കാലഘട്ടത്തിലാണ് ഇത്. ചിലപ്പോ കുട്ടി കരിവണ്ട് പോലെ ആയിരിക്കും ഇരുന്നത്, അതായിരിക്കും മൂപ്പർക്ക് അങ്ങനെ ഇടാൻ തോന്നിയത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല. അതാണ് പറയുക, കുട്ടികളിൽ അത് പ്രതിഫലിക്കും. പേരിന് വലിയ ഘടകമാണെന്നർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മാത്രമല്ല എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ എന്റെ വാപ്പ വിലക്ക് വാങ്ങിയതാണ്. എന്റെ ഉമ്മ സാലിഹത്തായ പെണ്ണല്ല. 400 ദീനാറിന് എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ കമ്പോളത്തിൽ വിൽക്കാൻ വെച്ചിരുന്ന അടിമ പെണ്ണായിരുന്നു. എന്റെ ഉമ്മയെ വിലക്ക് വാങ്ങിയതാണ്. അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഭൂലോകത്തേക്ക് കടന്നു വന്നത്. അപ്പോൾ എന്റെ വാപ്പ എന്റെ പ്രിയപ്പെട്ട ഉമ്മയോടുള്ള കടമയും നിർവഹിച്ചിട്ടില്ല, എന്നോടുള്ള ബാധ്യത വാപ്പ നിർവഹിച്ചിട്ടേ ഇല്ല. പഠിച്ചു വെക്കേണ്ട പാഠമാണ്. ആധുനിക യുവതലമുറ വഴിതെറ്റുന്നതിന്റെ ഒന്നാമത്തെ ഭാഗമാണ്. ഏതെങ്കിലും വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നതായ ചെറുപ്പക്കാർ, യുവാക്കളും യുവതികളും മതം മാറിയിട്ട് ഏതെങ്കിലും ഉള്ളതാകുന്ന ആശയത്തിലും ആദർശത്തിലും ജീവിക്കുന്നവനെ വീട്ടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ വെമ്പൽ കൊള്ളുന്ന കാലഘട്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാണ്, അതിലൂടെ നിനക്ക് സന്താനമുണ്ടായാൽ ഇസ്ലാമല്ലാത്ത മുഅ്മിനത്തല്ലാത്ത കാഫിറത്തായ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് അതിലൂടെ ഒരു പെണ്ണിനെ, ഒരു കുട്ടി അല്ലാഹു നിനക്ക് ജന്മം നൽകിയാൽ നഊദു ബില്ലാഹ്, ആ കുട്ടിയോടുള്ള കടമ അത്ത എന്ന നിലയ്ക്ക് നീ നിർവഹിച്ചിട്ടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
വലിയ വിഷയമാണത്. ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയം. ഇവിടെ എനിക്കിഷ്ടമുള്ള പെണ്ണ്, ഞാൻ കോളേജിൽ കണ്ട നല്ല സുന്ദരിയായ പെണ്ണാണ്. സാധാ അവളെ അങ്ങ് മതം മാറ്റിയാലോ? മതം മാറ്റി പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഒരാളെ കൊണ്ടുവരേണ്ട ലൗ ജിഹാദി പ്രവർത്തനം നടത്തേണ്ട ആവശ്യം ശുദ്ധ ഇസ്ലാമിലില്ല. ദീനിൽ ഇവിടെ ആരെയും നിർബന്ധ മതപരിവർത്തനയില്ല. നീ പ്രേമിച്ചിട്ട് ഒരു പെണ്ണിനെ കിട്ടിയിട്ട് വേണം ഇവിടെ ദീൻ സുരക്ഷിതമാകാൻ. അവന്റെ ഉടായ്പ പരിപാടി. പ്രേമിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കഴിയുമ്പോൾ പറയാം, സാറേ ഞാൻ അവളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു. ഇസ്ലാം അല്ലാത്തൊരു പെണ്ണിനെ പ്രേമിക്കാൻ നിന്നോട് ആര്? അതിന്റെ മസല നീ തേടിയായിരുന്നു. മുസ്ലിം ആക്കുന്നത് അവിടെ നിൽക്കട്ടെ, അതിന് മുമ്പുള്ളത് എന്താ മസല? വളരെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. മതബോധവും മതനിഷ്ഠയും ഇല്ലാത്തതാകുന്ന അത്തരത്തിലുള്ള സഹോദരിമാരെ നീ ദീനിലേക്ക് കടത്തി കൊണ്ടുവരൽ ആവശ്യമില്ല, ആവശ്യമില്ല. ദീനിൽ ഒരിക്കലും ഒരു മതപരിവർത്തനത്തിന്റെ ആവശ്യമില്ല. അത്തരത്തിലുള്ള ആരെയും കൂട്ടിക്കൊണ്ട് ദീനിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടോ ഈ ദീനിൽ ഒരു അളവ് പോലും ഉയരേണ്ടതില്ല, ഉയർച്ചയില്ല. നീ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് കൊണ്ട് ദീൻ ഇവിടെ ഉയർന്നു എന്ന് പറയാൻ പറ്റൂല. നീ കൊണ്ടുവന്ന ശൈലി തന്നെ തെറ്റാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നീ എന്ത് പറയാണ്? ഞാൻ ഒരാളെ അങ്ങനെ ആക്കി, ഇങ്ങനെ ആക്കി. ദീനിൽ അതിന്റെ ആവശ്യമേ ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ഉള്ളതാകുന്ന ആളുകൾ പറയും, അങ്ങനെ കൊണ്ടുപോവാ, ഇങ്ങനെ കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നതാകുന്ന മതത്തിന്റെ ചിഹ്നമുള്ള ആളുകൾ ഉണ്ടാവാം. വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള കാഴ്ചപ്പാട് തെറ്റാ. അങ്ങനെയാണ് അന്നും ഇന്നും നമ്മുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്നത്, ദീൻ വ്യക്തമാക്കി നൽകുന്നത്. സാലിഹത്തായ ഒരു പെണ്ണിനെ മദ്രസയിൽ ഓതുകയും പഠിക്കുകയും ദീൻ പഠിക്കുകയും ചെയ്യുന്ന, നല്ല രീതിയിൽ പഠിച്ച് ദീനിൽ ചിട്ടയിൽ വളർന്നതായ ഒരു പൊന്നുമോളെ നീ വിവാഹം കഴിക്കും. ചെറുപ്പക്കാരൻ മനസ്സിലാക്കട്ടെ, സ്ത്രീകളും അത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമ ശിഷ്യനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ആ കുട്ടി വിളിച്ചു പറയുകയാണ്, എന്റെ ഉമ്മയെ എന്റെ വാപ്പ തിരഞ്ഞെടുത്തതല്ല. വിവാഹം കഴിക്കുന്ന വേളയിൽ 400 ദിർഹമിന് കമ്പോളത്തിൽ കച്ചവടം ചെയ്തിരുന്നതായ ചരക്കായിരുന്നു, കച്ചവട ചരക്കായിരുന്നതായ അടിമശ്രീയായിരുന്നു. എന്റെ ഉമ്മയെ വിലക്കെടുത്തതാ. എന്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല. തീർന്നില്ല, തീർന്നില്ല. വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാ, വമാ അല്ലമനി ശൈഅൻ മിൻ കിതാബില്ലാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു വസ്തുവും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരു മകൻ വന്നുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നിൽ വെച്ചുകൊണ്ട് വാപ്പയെ സാക്ഷി നിർത്തി പറയുകയാണ്, ഈ വാപ്പയോ കൊണ്ടുവന്നത്, മകനെ കൊണ്ടുവന്നത്, ഇന്ന ഇബ്നി ഹാദായ ഖുനി, എന്റെ ഈ മകൻ എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അവന് ദീനില്ല എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. പക്ഷേ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ വാപ്പ പ്രതിക്കൂട്ടിലാവുകയാണ്. വാപ്പയാണ് പ്രതിക്കൂട്ടില്, വാപ്പയാണ് കുറ്റക്കാരൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ആ കുട്ടി വിളിച്ചു പറയുകയാണ്, എന്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല, എന്റെ അത്ത എന്നോട് പെരുമാറിയത് മോശമായിട്ടാ, എന്റെ ഉമ്മയെ വിവാഹം ചെയ്തത് അവളെ സിന്ധിയായാണ്, അവൾ മതമില്ലാത്തതായ പെണ്ണാണ്. മജൂസിയത്താകുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് അവളിലൂടെ ഉണ്ടായതാണ് ഈ പാപിയായ ഞാൻ. എന്റെ വാപ്പ എന്നോടുള്ള കടമ നിർവഹിച്ചിട്ടില്ല. വാപ്പ എന്റെ പേര് നന്നാക്കിയിട്ടില്ല. എന്റെ പേര് എന്റെ വാപ്പ നന്നാക്കിയിട്ടില്ല. കരിവണ്ടി എന്ന അർത്ഥം വരുന്ന ജ്വാല എന്ന അറബി പദമാണ് എന്റെ വാപ്പ എനിക്ക് പേര് വെച്ചിട്ടുള്ളത്. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു ചുക്കും എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഒരായത്ത് പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. നിങ്ങൾ പറഞ്ഞ നിലക്കാണ് എങ്കിൽ എന്റെ വാപ്പയാണ് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വാപ്പയെ വിളിക്കുകയാണ്, അത്തയെ വിളിക്കുകയാണ്. വല്ലാത്ത കഠിനമാകുന്ന ശബ്ദത്തിൽ അദ്ദേഹത്തോട് മുഖം കറുപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മാറി നിൽക്കടാ, മാറി നിൽക്കടാ. ഇന്നക ഖുൽത അന്ന ഇബ്നക
قد يعقك وقد عققته قبل ذلك. നീ എന്നോട് പറഞ്ഞത് നിന്റെ മകൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല എന്നല്ലേ? എന്നാൽ അതിനു മുമ്പ് തന്നെ അവനോടുള്ള കടമകൾ പാലിച്ചിട്ടില്ല. നീയാണ് അവനെ പ്രയാസപ്പെടുത്തിയത്. അതുകൊണ്ട് മാറി നിൽക്കടാ അത്താ, മാറി നിൽക്കടാ സഹോദരായെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്തമാരായ നമ്മൾ, മാതാപിതാക്കൾ മക്കളോടുള്ള കടമ ശരിക്കും മനസ്സിലാക്കണം. കുട്ടി ജനിച്ച് ഹോസ്പിറ്റലിലാണ്, 3 ദിവസം കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ വിടണം. അതിന് മുമ്പ് പേര് തപ്പി ഓടി നടക്കാം. ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ ഒരാണിന്റെയും പെണ്ണിന്റെയും പേര് നോക്കി സാധുമാരോട് ചോദിച്ച് റെഡിയാക്കി വെക്കി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യം ചെയ്യേണ്ടതാണ്